ഇലോൺ മസ്കിനെ പോലും കടത്തിവെട്ടുന്ന കണക്കില്ലാത്തത്ര കോടികൾ കൈവശമുള്ള ഇന്ന് വരെ ആർക്കും പിടിതരാത്ത കാണാമറിയത്തിരിക്കുന്ന ഒരു ശതകോടീശ്വരൻ. ഇന്ന് നമ്മുടെ ലോകത്ത് പണം കൊണ്ട് പല മറിമായങ്ങളും കാണിക്കാൻ കെൽപ്പുള്ള മിടുക്കനായ സൈബർ ഫിനാൻഷ്യൽ ജീനിയസ് ആണവൻ. ചരിത്രത്തിൽ ആദ്യമായി ബിറ്റ്കോയിൻ ട്രംപിന്റെ വിജയത്തോടെ $80,000 മറികടന്നപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ പറഞ്ഞ വ്യക്തിയിലേക്കാണ്. അതെ, സാക്ഷാൽ ബിറ്റ്കോയിന്റെ പിതാവിലേക്ക്. ഇന്ന് വരെ ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത ആ വ്യക്തിയിലേക്ക്. പക്ഷെ ഇന്നൊരു പുതുവെളിച്ചം വീശിയിരിക്കുകയാണ് ആ വ്യക്തിയിലേക്ക് എത്തിപ്പെടാനായി. ആ വെളിച്ചം തേടി നമുക്കും കണ്ടെത്താം സാക്ഷാൽ ബിറ്റ്കോയിന്റെ പിതാവിനെ. അതിനായി നേരെ വീഡിയോയിലേക്ക് കടക്കാം. ബിറ്റ്കോയിന്റെ സൃഷ്ടാവായ സതോഷി നകമോട്ടോയുടെ രഹസ്യത്തെക്കുറിച്ച് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് HBO ഡോക്യുമെന്ററി. കനേഡിയൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ പീറ്റർ ഡോട്ട് ആയിരിക്കും നകാമോട്ടോ എന്നാണ് മണി ഇലക്ട്രിക് എന്ന ഡോക്യുമെന്ററി സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ വാദത്തെ അസംബന്ധമെന്ന് വിശേഷിപ്പിച്ചെത്തിയതും ടോഡ് തന്നെയാണ്. എന്നാൽ ഇതിനൊരു വ്യക്തത വേണ്ടേ അല്ലേ? ആരാണ് ഈ പീറ്റർ ടോഡ്? അതുപോലെ എന്തുകൊണ്ടാവും ടോഡിലേക്ക് ഏവരുടെയും വിരലുകൾ ചൂണ്ടുന്നത്? നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി നമ്മൾ ആദ്യം എന്താണ് ഈ ബിറ്റ്കോയിൻ എന്ന് മനസ്സിലാക്കണം. ലോകത്തെമ്പാടും ആളുകൾ ചർച്ച ചെയ്ത ഒന്നാണ് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ. ഇന്ന് 100 ദശലക്ഷത്തിലധികം ആളുകൾ ബിറ്റ്കോയിൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് 10 മടങ്ങ് മുന്നേറ്റമാണ് ബിറ്റ്കോയിൻ നേടിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനും കഴിയാത്ത കമ്പ്യൂട്ടറുകളാൽ നിയന്ത്രിക്കുന്ന ഒരു നാണയ വ്യവസ്ഥയാണത്. ഇതിന് ദേശരാജ്യങ്ങളൊന്നും ബാധകമല്ല. ഡിജിറ്റലായി വിനിമയം ചെയ്യുന്ന, ഡിജിറ്റൽ വാലറ്റിൽ സൂക്ഷിക്കാൻ കഴിയുന്ന കാണാപ്പണം. ക്രിപ്റ്റോ കറൻസികളിൽ ഏറ്റവും മൂല്യമുള്ള ടോക്കണാണ് ബിറ്റ്കോയിൻ എന്നത്. ഡിജിറ്റൽ കോയിൻ എന്ന ആശയത്തിന്റെ തുടക്കം തന്നെ ബിറ്റ്കോയിനിൽ നിന്നാണെന്ന് പറയുന്നതിലും ഒരു തെറ്റുമില്ല. ക്രിപ്റ്റോ എന്നാൽ ഡാറ്റ ഇൻസ്ക്രിപ്ഷൻ എന്നാണ് അർത്ഥം. ക്രിപ്റ്റോഗ്രാഫിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഭൗതിക രൂപമില്ലാത്ത വെർച്വൽ കറൻസികളാണ് ക്രിപ്റ്റോ കറൻസി. എന്നുണ്ടായി അല്ലെങ്കിൽ ആരുണ്ടാക്കി എന്നൊന്നും കൃത്യമായ വ്യക്തത വന്നിട്ടില്ലെങ്കിലും 1980കളിൽ ആരംഭിച്ച സൈബർ കറൻസി എന്ന സങ്കല്പമാണ് ഇതിന്റെ തുടക്കക്കാരൻ. 2008 സാമ്പത്തിക മാന്ദ്യമാണ് ഇത്തരമൊരു നിയന്ത്രണങ്ങളില്ലാത്ത കറൻസിയെക്കുറിച്ചുള്ള ചിന്തയുദിക്കാൻ കാരണമെന്നും പറയുന്നുണ്ട്. 2008 സതോഷി നകാമോട്ടോ എന്ന വ്യാജപ്പേരുകാരനായ ഒരാളോ ഒരു കൂട്ടം ഡിജിറ്റൽ വിദഗ്ധരോ ആണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോഴുള്ള ധാരണ. സതോഷി നകാമോട്ടോ ബിറ്റ്കോയിൻ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഒരു പേപ്പർ പ്രസന്റേഷനാണ് ക്രിപ്റ്റോ യുഗത്തിന് തുടക്കമിട്ടത്. 2009 തന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ സതോഷി നകാമോട്ടോ ബിറ്റ്കോയിൻ പ്രോട്ടോകോൾ ഉണ്ടാക്കി പുറത്തുവിട്ടു. 2009 ജനുവരി 12 നകാമോട്ടോയും ഹാൾഫെനിയും തമ്മിൽ ആദ്യത്തെ 10,000 ബിറ്റ്കോയിൻ ഇടപാട് നടത്തി. ഫെബ്രുവരിയിൽ 10,000 ബിറ്റ്കോയിൻ കൊടുത്ത് 2 പാപ്പ ജോൺസ് പിസ കൈമാറിയതോടെ ഇത് $1 ട്രില്യൺ എത്തി നിൽക്കുന്ന ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷന്റെ തുടക്കം കുറിച്ചു. 2017 മുതലാണ് ക്രിപ്റ്റോ കറൻസി തരംഗം ആരംഭിക്കുന്നത്. ഇന്ന് ബിറ്റ്കോയിൻ പോലെ 10ലധികം ക്രിപ്റ്റോ കറൻസികൾ രംഗത്തുണ്ട്. 2018 $820 ബില്യൺ മൂല്യം വരുന്ന ക്രിപ്റ്റോ കറൻസികൾ വിവിധ ആളുകളുടെ ഡിജിറ്റൽ വാലറ്റുകളിൽ ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കുകയുണ്ടായി. ക്രിപ്റ്റോ എന്നാൽ ഡാറ്റ ഇൻസ്ക്രിപ്ഷൻ എന്നാണ് അർത്ഥം. ക്രിപ്റ്റോഗ്രാഫിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഭൗതിക രൂപമില്ലാത്ത വെർച്വൽ കറൻസികളാണ് ക്രിപ്റ്റോ കറൻസി. ആരാണ് സതോഷി എന്ന് ഒന്നുകൂടി വ്യക്തമായി പറയാം. ബിറ്റ്കോയിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഒരു മറയ്ക്കപ്പുറത്തുള്ള ഒരു വ്യക്തി. ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസിയായി ബിറ്റ്കോയിൻ സൃഷ്ടിച്ച വ്യക്തിയോ ഗ്രൂപ്പോ ഉപയോഗിക്കുന്ന പേരാണ് സതോഷി നകാമോട്ടോ. 2009 ബിറ്റ്കോയിന്റെ സമാരംഭം മുതൽ നകാമോട്ടോയുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഒരു നിഗൂഢതയായി തുടരുകയാണ്. വർഷങ്ങളായി നകാമോട്ടോ ആരാകുമെന്നതിനെക്കുറിച്ച് നിരവധി ഊഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഹാൽ ഫിന്നി, സിസ്റ്റം എഞ്ചിനീയർ ഡോറിയൻ നകാമോട്ടോ, കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് നിക് സാബോ എന്നിവരെല്ലാം നകാമോട്ടോയാണെന്ന് സംശയിക്കപ്പെട്ടിരുന്നു. പക്ഷെ കൃത്യമായ തെളിവ് ആർക്കും അവതരിപ്പിക്കാനായില്ല. ബിറ്റ്കോയിന്റെ ആദ്യ രൂപത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ സ്രോതസ് അഥവാ സോഴ്സ് ഫോർജ് എന്ന സൗജന്യ ഇന്റർനെറ്റ് കലവറയിലാണ് ഇത് നിക്ഷേപിച്ചത് അത്രേ. ഈ സ്രോതസ്സിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും ബിറ്റ്കോയിൻ വിഖനനം ചെയ്യാനായി ബിറ്റ്കോയിന്റെ കമ്മ്യൂണിറ്റി ഇന്റർനെറ്റ് വഴി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. 2011 VR കോയിൻസ് എന്ന വീഡിയോ 64 ലക്ഷം പേർ കണ്ടതിനെ തുടർന്നാണ് ബിറ്റ്കോയിൻ ഖനനവും പ്രചാരവും വർദ്ധിച്ചത്. 2015 മുതൽ ചില ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾ ബിറ്റ്കോയിൻ കറൻസിയായി അംഗീകരിച്ചു തുടങ്ങി. 2016 ജപ്പാനാണ് ആദ്യമായി ബിറ്റ്കോയിൻ എന്ന യഥാർത്ഥ പണവുമായി കൈമാറ്റം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ബിറ്റ്കോയിന്റെ വിലയിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇത് അപകടകരമായ നിക്ഷേപമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളും ബിറ്റ്കോയിൻ നിയമവിധേയമാക്കുകയും ചെയ്തിട്ടില്ലെന്നും നമ്മൾ ഇതിൽ ഓർക്കണം. 2009 തന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ സതോഷി നകാമോട്ടോ ബിറ്റ്കോയിൻ പ്രോട്ടോകോൾ ഉണ്ടാക്കി പുറത്തുവിട്ടു. 2009 ജനുവരി 12 നകാമോട്ടോയും ഹാൽഫിനിയും തമ്മിൽ ആദ്യത്തെ 10,000 ബിറ്റ്കോയിൻ ഇടപാട് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. ഫെബ്രുവരിയിൽ 10,000
10,000 ബിറ്റ്കോയിൻ കൊടുത്ത് 2 പാപ്പ ജോൺസ് പിസ്സ കൈമാറിയതോടെയാണ് ഇന്ന് $1 ട്രില്യൺ എത്തി നിൽക്കുന്ന ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷന്റെ തുടക്കം കുറിക്കുന്നത്. 2017 മുതലാണ് ക്രിപ്റ്റോ കറൻസിയുടെ തരംഗം ആരംഭിക്കുന്നത്. ഇന്ന് ബിറ്റ്കോയിൻ പോലെ 10-ലധികം ക്രിപ്റ്റോ കറൻസികൾ രംഗത്തുണ്ട്. 2018 $820 ബില്യൺ മൂല്യം വരുന്ന ക്രിപ്റ്റോ കറൻസികൾ വിവിധ ആളുകളുടെ ഡിജിറ്റൽ വാലറ്റുകളിൽ ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കുകയുണ്ടായി. ഡിജിറ്റൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്താണ് ക്രിപ്റ്റോ ഇടപാടുകൾ ആരംഭിക്കുന്നത്. ഡിജിറ്റലായി ഉണ്ടാക്കിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ വഴിയാണ് ഇടപാടുകൾ പ്രധാനമായി നടക്കുന്നത്. ഇപ്പോൾ ധാരാളം ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ലോകത്ത് നിലവിലുണ്ട്. ബിറ്റ്കോയിന്റെ ഉപയോഗം ലളിതമാണ്. അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൈറ്റിലൂടെ ആവശ്യക്കാർ ഒരു ബിറ്റ്കോയിൻ വാലറ്റ് സ്വന്തമാക്കണം. അതിനുശേഷം അവരുടെ ബാങ്കിൽ നിന്ന് പണം വാലറ്റിലേക്ക് മാറ്റി പിന്നീട് ബിറ്റ്കോയിൻ വാങ്ങാൻ ഉപയോഗിക്കാം. ബിറ്റ്കോയിനുകൾ വാലറ്റിലോ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ശേഖരിച്ചു വയ്ക്കാം. ഇതുപയോഗിച്ച് പ്രത്യേക രീതിയിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാമെങ്കിലും സാധാരണ കറൻസി പോലെ ഉപയോഗിക്കാനാകില്ല. ഇനി നമുക്ക് പീറ്റർ ടോഡിലേക്ക് കടക്കാം. അതെ, പീറ്റർ ടോഡാണോ സതോഷി നകാമോട്ടോ? സാക്ഷാൽ ബിറ്റ്കോയിന്റെ പിതാവ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ബിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ സൃഷ്ടാവ് കനേഡിയൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പീറ്റർ ടോഡാണെന്ന് HBO ഡോക്യുമെന്ററിയായ മണി ഇലക്ട്രിക് പറയുന്നു. നാളിന്ന് വരെ സതോഷി നകാമോട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി പീറ്റർ ആണെന്നാണ് ഡോക്യുമെന്ററി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഈ അവകാശവാദം വൻ വിവാദം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതേസമയം HBO ഡോക്യുമെന്ററിയുടെ അവകാശവാദങ്ങൾ ടോഡ് തന്നെ തള്ളിയിട്ടുമുണ്ട്. ഡോക്യുമെന്ററിയുടെ നിഗമനങ്ങളെ പരിഹാസ്യമായത് എന്നും സാഹചര്യ തെളിവുകൾ അടിസ്ഥാനമാക്കി താൻ സതോഷി അല്ല എന്നും ടോഡ് സോഷ്യൽ മീഡിയകളിൽ സമർത്ഥിക്കുന്നു. ടോഡിന്റെ 2010 ഒരു ഫോറം പോസ്റ്റാണ് ഡോക്യുമെന്ററിയുടെ സുപ്രധാനമായ അവകാശവാദങ്ങളിലൊന്ന്. സതോഷി ആരംഭിച്ച ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഷയങ്ങൾ വിശകലനം ചെയ്താണ് ടോഡാണ് സതോഷി എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. അതേസമയം ഈ ബന്ധത്തിന് കാര്യമായി തെളിവുകളില്ലെന്നും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ സ്ഥിരീകരണ പക്ഷപാതത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും വിമർശകർ വാദിക്കുന്നുമുണ്ട്. ബിറ്റ്കോയിന്റെ ധവളപത്രം പ്രസിദ്ധീകരിക്കുമ്പോൾ ടോഡിന് 23 വയസ്സാണ് പ്രായം. അക്കാലത്ത് ജോലിയോടുള്ള തന്റെ പ്രതിബദ്ധത ചൂണ്ടിക്കാട്ടി ക്രിപ്റ്റോ കറൻസിയുടെ സൃഷ്ടിയിൽ തന്റെ പരിമിതമായ പങ്കാളിത്തം മാത്രമാണ് ടോഡ് ഊന്നി പറയുന്നത്. 2009 ബിറ്റ്കോയിന്റെ ഉത്ഭവം മുതൽ തന്നെ സതോഷി നകാമോട്ടോ എന്ന അജ്ഞാതനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢത ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഏകദേശം $69 ബില്യൺ മൂല്യം വരുന്ന, അതായത് 1.1 ദശലക്ഷം ബിറ്റ്കോയിനുകൾ ഈ അജ്ഞാത സൃഷ്ടാവിന് മാത്രം അറിയുന്ന ഒരു രഹസ്യ വാലറ്റിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ സത്യമായിട്ടുള്ളത്. സതോഷി എന്ന അജ്ഞാതൻ ഇന്ന് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഇതുതന്നെയാണ്. ഐഡന്റിറ്റി സ്ഥിരീകരിച്ചാൽ ഇക്കാര്യങ്ങളും തുറന്നു കാട്ടേണ്ടി വരും. അതായത് ഒറ്റയടിക്ക് ആഗോള കോടീശ്വരനായി ഇദ്ദേഹം മാറും. എന്തായാലും ഇന്നും ആ അജ്ഞാതനായ ശതകോടീശ്വരനെ തേടി ലോകം തിരച്ചിൽ തുടരുകയാണ്. സർക്കാരും കോർപ്പറേഷനുകളും ക്രിപ്റ്റോ കറൻസിയെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ബിറ്റ്കോയിൻ്റെ സൃഷ്ടാവിൻ്റെ ഐഡന്റിറ്റി അത് ബാധിക്കും. ഇപ്പോൾ ആരാണ് ബിറ്റ്കോയിൻ സൃഷ്ടിച്ചതെന്ന് ലോകം ആശ്ചര്യപ്പെടുമ്പോൾ പീറ്റർ ടോഡിന്റെ നിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന നിഗൂഢതകളിലേക്ക് മറ്റൊരു പാളി ചേർത്ത് വയ്ക്കുകയും ചെയ്യും. 2010 പകുതി വരെ നകാമോട്ടോ ബിറ്റ്കോയിന്റെ സോഫ്റ്റ്വെയറിൽ മറ്റ് ഡെവലപ്പർമാരുമായി സഹകരിക്കുന്നത് തുടർന്നിരുന്നു. സോഴ്സ് കോഡിൽ തന്നെ എല്ലാ പരിഷ്കരണങ്ങളും വരുത്തി. തുടർന്ന് അദ്ദേഹം സോഴ്സ് കോഡ് റിപ്പോസിറ്ററിയുടെയും നെറ്റ്വർക്ക് അലർട്ട് കീയുടെയും നിയന്ത്രണം ഗാവിൻ ആർട്ടേഴ്സിന് നൽകുകയും ചെയ്തു. കൂടാതെ നിരവധി അനുബന്ധ ഡൊമെയിനുകൾ ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റിയിലെ വിവിധ പ്രമുഖർക്ക് കൈമാറുകയും ചെയ്തു. 2021 കണക്കനുസരിച്ച് 7,50,000-നും 11,00,000-നും ഇടയിൽ ബിറ്റ്കോയിൻ നകാമോട്ടോയുടെ ഉടമസ്ഥതയിലുള്ളതായി കണക്കാക്കപ്പെടുന്നു. 2021 നവംബറിൽ ബിറ്റ്കോയിൻ $68,000 കൂടുതൽ മൂല്യത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $73 ബില്യൺ വരെയാകുമായിരുന്നു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ 15ാമത്തെ വ്യക്തിയായി മാറി. അതേസമയം നിലവിൽ ബിറ്റ്കോയിൻ ഉന്നതങ്ങളിലേക്ക് നീങ്ങുകയുമാണ്. പുതിയ വെളിപ്പെടുത്തൽ അതിലേക്കാണ് ചൂണ്ടുന്നത്. US തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ ചരിത്ര വിജയത്തിന് പിന്നാലെ മൂല്യത്തിൽ കുതിച്ചേർന്ന് ബിറ്റ്കോയിൻ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികൾ എത്തുകയാണ്. ഒരു ബിറ്റ്കോയിന്റെ വില എന്ന് പറയുന്നത് $82,000 ആണെന്ന് ഓർക്കണം. അതായത് 70 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയായി ഉയർന്നു. ഇക്കഴിഞ്ഞ ദിവസം മാത്രം $2,500, അതായത് 21,000 രൂപ മൂല്യത്തിലാണ് വർധനവുണ്ടായത്. നവംബർ 6-ന് ട്രംപിന്റെ വിജയത്തോടെയാണ് ബിറ്റ്കോയിന്റെ വില $75,000 കടന്നുപോയത്. അമേരിക്കയെ ക്രിപ്റ്റോ കറൻസികളുടെയും ബിറ്റ്കോയിന്റെയും ആസ്ഥാനമാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയാണ് നിലവിലെ കുതിപ്പിന് കാരണമായി കണക്കാക്കുന്നത്. അപ്പോൾ ബിറ്റ്കോയിന്റെ ഈ ഉയർച്ചയെക്കുറിച്ചും അതുപോലെ തന്നെ ബിറ്റ്കോയിന്റെ ഫാദർ ടോഡാണെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.